ഇതിന്റെ ടാഗ്ലൈൻ ഇതിന്റെ അണ്ടങ്ങളുടെയും ബീജങ്ങളുടെയും ഇടയിലൂടെയുള്ള ഒരു യാത്ര. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടാഗ്ലൈൻ? അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്ന പോലെ ബയോളജി 2ാം പാഠം പഠിച്ചതല്ലാതെ നമുക്ക് അതിനപ്പുറത്തേക്ക് എന്ത് വിവരമാണ് ഇത്തരം കാര്യങ്ങളിൽ. ഇപ്പോൾ ഒരു വീട്ടിൽ സ്ത്രീകളുണ്ട്, നമ്മുടെ അമ്മമാരുണ്ട്, ഭാര്യയുണ്ട്, പെങ്ങളുണ്ട്. ഇവരുടെ മൂഡ് സ്വിങ്സ് മുതൽ ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് തോന്നുന്നില്ല ബഹുഭൂരിപക്ഷത്തിന് ധാരണയുണ്ടെന്ന്. അപ്പോൾ കുറേ അജ്ഞതയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെളിച്ചം പകരുക എന്നുള്ള അങ്ങനത്തെ ഇതൊന്നും അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു പറയാതെ പോകുന്ന കാര്യങ്ങളാണിത്, അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന കാര്യങ്ങളാണ്. എനിക്കെപ്പോഴും എഴുതാനും ഒക്കെ ഇഷ്ടമുള്ളത് നമ്മളുടെ ചുറ്റും നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് പറയാനും കഥ പറയാനൊക്കെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത്തരത്തിലാണ് ഇത് വിശേഷം ഉണ്ടാവുന്നത് തന്നെ. എൻ്റെ വീട്ടിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിയാൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാഴ്ച കാണാം. പക്ഷെ ചില നേരത്ത് നമ്മൾ കാഴ്ചകൾ കണ്ടില്ല എന്ന് വയ്ക്കും, ചില കാഴ്ചകൾ നമ്മൾ മറന്നുപോകും. പിന്നെ ആവശ്യത്തിലേറെ തോട്ടുകളിലാണ് നമ്മൾ ഓൾറെഡി ഒഴുകി നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് തോന്നിയിട്ട് പലപ്പോഴും മൂഡ് സ്വിങ്സ് ഒരു ഹ്യൂമറിൻ്റെ ടൂളായിട്ടോ അല്ലെങ്കിൽ ലൈക്ക് അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ എവിടെയെങ്കിലും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതൊരു തമാശയായിട്ടോ കളിയാക്കാനൊക്കെ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അത് അല്ലാണ്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ ബയോളജിക്കൽ ഫിസിയോളജിക്കൽ കാരണങ്ങളെന്നോ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ആരും സംസാരിക്കാറില്ല. വിശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നല്ല, പക്ഷെ അതേപോലെ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സിനിമ. ഈ പറഞ്ഞ പോലെ ആ ടാഗ് ലൈനിൽ അണ്ടങ്ങളുടെയും ബീജങ്ങളുടെയും ഈ അണ്ടങ്ങൾ എന്താണ്, ബീജം എന്താണ്, ഇതൊക്കെ എത്ര നമ്മുടെ ദേഹത്തുണ്ടെന്ന് പോലും അറിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.